നമസ്കാരം. നെറ്റ്വർക്ക് ചാനലിന്റെ മാന്യ പ്രേക്ഷകർക്ക് പയ്യന്നൂർ അനാമയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ടെലിഹീലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പല രോഗങ്ങളുടെയും നിർണയം ആദ്യഘട്ടത്തിലൊക്കെ സ്കാനിങ് എന്ന് കേൾക്കാറുണ്ട്. പലരും അതിന് വിധേയരായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിനെക്കുറിച്ച് കൂടുതൽ ഒരു വലിയ അറിവൊന്നും നമുക്കുണ്ടായിരിക്കില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായി പറയാൻ വേണ്ടി പയ്യന്നൂർ അനാമയ ഹോസ്പിറ്റലിലെ റേഡിയോളജിസ്റ്റ് PM ആതിര മാം എനിക്കൊപ്പമുണ്ട്. നമസ്കാരം ഡോക്ടർ, ടെലിഹീലിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പം ഞാൻ ചോദിച്ചതുപോലെ തന്നെ നമുക്ക് സ്കാനിങ് പല രീതിയിലുണ്ട്. പല അസുഖങ്ങൾക്കും അല്ലെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻസി ടൈമിലൊക്കെ നമുക്ക് ഇതിപ്പോൾ ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ മെയിനായിട്ട് എത്ര തരത്തിലാണ് സ്കാനിങ് ഉള്ളത്? നമുക്ക് മെയിനായിട്ട് 4 മൊഡാലിറ്റീസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യം ബേസിക് ആയിട്ട് എല്ലാവരും എക്സ്റേ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എടുത്തിട്ടുണ്ടാവും. അപ്പം എക്സ്റേ ഉണ്ട്, അൾട്രാസൗണ്ട് ഉണ്ട്, CT സ്കാനിങ് ഉണ്ട്, MRI സ്കാനിങ് ഉണ്ട്. ഇപ്പം മെയിനായിട്ട് 4 മൊഡാലിറ്റീസ് ആണ് ഉള്ളത്. ഇതല്ലാതെ വേറെ ഇൻവെസ്റ്റിഗേഷൻസും ഉണ്ട്. പക്ഷെ മെയിൻ ആയിട്ടുള്ള 4 ഇൻവെസ്റ്റിഗേഷൻ ആണിത്. എക്സ്റേ എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് ഇപ്പം നമ്മളിപ്പോൾ എന്ത് ശ്വാസകോശ സംബന്ധമായ രോഗത്തിനോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ അസുഖത്തിനോ നമ്മളിപ്പോൾ ജനറൽ മെഡിസിൻ ഫിസിഷ്യൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയിട്ട് വീണിട്ട് വരികയാണെങ്കിൽ നമ്മുടെ ബോൺസിൽ എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ എക്സ്റേ വളരെ കോമൺലി ചെറിയ അസുഖങ്ങൾക്ക് ബേസിക് ആയിട്ട് എടുത്തു നോക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനകത്തൊരു വളരെ മിനിമൽ റേഡിയേഷൻ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അതിന് റിസ്ക് കാര്യമായിട്ടില്ല. ഒരു പ്രാവശ്യം എക്സ്റേ വിധേയമാവുന്നതിൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഉള്ളതാണ് അൾട്രാസൗണ്ട്. നമുക്കിപ്പോൾ വയറുവേദന വരികയാണെങ്കിലോ അല്ലെങ്കിൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള സ്കാനിങ്, അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ ഇമേജിങ്, തൈറോയിഡിൻ്റെ ഇമേജിങ്, പല ഭാഗങ്ങളുടെ ഇമേജിങ് നമുക്ക് ചെയ്യാവുന്നതാണ് അൾട്രാസൗണ്ടിൽ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അതിനകത്ത് അൾട്രാസൗണ്ട് എന്ന് പറയുന്നില്ല, നെയിമിലുള്ളതുപോലെ തന്നെ നമ്മൾക്ക് കേൾക്കാൻ പറ്റാത്ത ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനകത്ത് ഇമേജസ് വരുന്നത്. അപ്പോൾ അതിനകത്ത് കാര്യമായിട്ടുള്ള റേഡിയേഷൻ റിസ്ക് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രഗ്നൻസിയിലും അൾട്രാസൗണ്ട് പറയുന്നത്. കാരണം വെച്ചാൽ കുട്ടിക്കോ അമ്മയ്ക്കോ യാതൊരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ലാത്തൊരു ടെസ്റ്റിംഗ് ആണ് അൾട്രാസൗണ്ട് ടെസ്റ്റിംഗ്. അപ്പോൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും പ്രഗ്നൻസിയിലായാലും അൾട്രാസൗണ്ട് ചെയ്യാവുന്നതാണ്. കാരണം പലരുടെയും ടെൻഷനാണിത്, പ്രഗ്നൻസി ആയിട്ട് വരുമ്പം നമുക്കിത് കൂടുതൽ തവണ ചെയ്യുന്നത് കൊണ്ട് കുട്ടിക്കോ അമ്മയ്ക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ. അങ്ങനെ ഒരു പാർശ്വഫലങ്ങളും ഇല്ലാത്തൊരു, എത്ര പ്രാവശ്യം വേണമെങ്കിലും വളരെ സേഫ് ആയിട്ട് ചെയ്യാവുന്ന ഒരു ടെസ്റ്റിംഗ് ആണ് അൾട്രാസൗണ്ട്. പിന്നെ ഉള്ളത് CT സ്കാനിങ്. ഇപ്പോൾ എക്സ്റേയിലോ അൾട്രാസൗണ്ടിലോ നമുക്ക് സ്ക്രീനിങ് ആയിട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ക്യാരക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് യൂഷ്വലി CTയിലേക്ക് പോവുക. അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ തലേൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ടോ എന്ന് നോക്കാനോ, അല്ലെങ്കിൽ സ്ട്രോക്ക്, ഇപ്പോഴത്തെ പക്ഷപാതം, ഒരു ഭാഗം തളർന്നു പോവുക. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാരണങ്ങൾ 2 രീതിയിൽ വരാം സ്ട്രോക്ക്. ഇപ്പോൾ പക്ഷപാതം എന്ന് പറയുന്നതിന് ഒന്നുകിൽ നമ്മുടെ ബ്രെയിനിൽ ആവശ്യമായിട്ട് ബ്ലഡ് ഫ്ലോ പോവാതിരിക്കുക, അതാണ് കൂടുതലായിട്ടും വരുന്നത്. അല്ലെങ്കിൽ പ്രഷർ കൂടിയിട്ട് രക്തധമനി പൊട്ടി ബ്രെയിനിന്റെ ഉള്ളിൽ തന്നെ ബ്ലീഡിങ് ഉണ്ടാവുക. അപ്പോൾ ഇത് രണ്ടിന്റെ ട്രീറ്റ്മെന്റ് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഇത് ഏത് ടൈപ്പാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷപാതം ഉണ്ടാക്കുന്നത് എന്ന് കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ സിംറ്റം ആയിട്ട് വരുമ്പം CT എടുത്തു കഴിഞ്ഞ് തലേൻ്റെ ഉള്ളിൽ ബ്ലീഡാണോ അതോ ആവശ്യത്തിന് ബ്ലഡ് ലഭിക്കാതെ വന്നിട്ടുള്ള സ്ട്രോക്ക് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നെക്സ്റ്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം അതിനൊക്കെ CT വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ വയറിൽ സംബന്ധമായ ഏതിപ്പം ക്യാൻസർ ഇമേജിങ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അൾട്ടിമേറ്റ്ലി നമ്മൾ എന്തായാലും ഒരു CT എടുത്ത് നോക്കും. ഇപ്പോൾ ശ്വാസകോശമാണെങ്കിലും അല്ലെങ്കിൽ ഉദര സംബന്ധമായ ക്യാൻസർ ആണെങ്കിലും മരുന്ന് കൊടുത്ത് കോൺട്രാസ്റ്റ് എടുത്ത് അതിനെ സർജറി ചെയ്യാനുണ്ടെങ്കിൽ സർജറി ചെയ്യുന്നതിന് മുന്നേ CT എടുത്ത് നോക്കേണ്ടതുണ്ട്. MRIയും അതുപോലെ ചില സിറ്റുവേഷൻസിൽ CT നമുക്ക് ചിലപ്പം അത്രയും ഇൻഫർമേഷൻ തരാത്ത കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലായാലും MRI ഏറ്റവും കൂടുതൽ ഇപ്പോൾ MRI എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നടുവേദന ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ല. അപ്പം ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ട് സഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം മെയിനായിട്ട് നെർവ് കംപ്രഷൻ അതുപോലത്തെ അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് MRI സ്പൈൻ, നട്ടെല്ലിൻ്റെ MRI സ്കാനിങ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ ബ്രെയിനിൻ്റെ
പല പല രീതിയിലുള്ള രോഗങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ MRI ബ്രെയിൻ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് 4 മെയിൻ സ്കാനിങ് മൊഡാലിറ്റീസ് ആയിട്ട് നമുക്ക് ഉള്ളത്. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ആദ്യം തന്നെ പേടിയാവുന്ന ഇതെന്തോ ഒരു റേഡിയേഷൻ ആണ്, പ്രത്യേകിച്ചും പ്രഗ്നൻസി ടൈമിലൊക്കെ അൾട്രാസൗണ്ട് ആണെന്ന് പറഞ്ഞാൽ പോലും ആളുകൾക്ക് ഒരു വിശ്വാസക്കുറവ് ഈ ഒരു അടുത്ത കാലത്തായിട്ട് മാറി വരുന്നുണ്ടെന്ന് തോന്നുന്നു എങ്കിൽ പോലും. അപ്പോൾ ഈ 3 സ്കാനിങ് ആണ് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ കാര്യമായിട്ട് പറയുന്നത് അല്ലെ. അപ്പോൾ അതിൽ കൂടുതലും 3, 4, 5 ഒക്കെ ചെയ്യേണ്ടി വരാറുണ്ട് കുട്ടിയുടെ പൊസിഷനിങ്ങോ ഒക്കെ നോക്കിയിട്ട്. അപ്പൊ ഏകദേശം ആദ്യത്തെ ഒരു സ്കാനിങ് ചിലപ്പോൾ നമുക്ക് 6 ആഴ്ചയിലാണ് തുടങ്ങുന്നത്. അപ്പം മെയിൻ ആയിട്ട് ഈ 6 ആഴ്ചയിൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് കുട്ടിയുടെ പൊസിഷനിങ് ആണോ, അതായത് ഇപ്പോൾ ട്യൂബിലാണോ ഗർഭാശയത്തിൽ തന്നെയാണോ അതാണോ നമ്മൾ നോക്കുന്നത്? ആദ്യത്തെ സ്കാനിങ് ചെയ്യുന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ യൂട്രസിന് അകത്താണ് എന്നുള്ളത്, ഗർഭപാത്രത്തിന് അകത്താണ് പ്രഗ്നൻസി എന്നുള്ളത് ഉറപ്പുവരുത്തണം. റെയർ ആണെങ്കിലും ചില കേസസിൽ ഇതുപോലെ നമ്മുടെ അണ്ഡാശയത്തെയും ഗർഭപാത്രത്തെയും കണക്ട് ചെയ്യുന്ന ട്യൂബിൽ ചിലപ്പോൾ പ്രഗ്നൻസി ഉണ്ടായിരിക്കാം. അത് കുറച്ച് ഡേഞ്ചറസ് ആയ സിറ്റുവേഷൻ ആണ്. കാരണം ആ ട്യൂബിലുള്ള പ്രഗ്നൻസിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ അൺഡയഗ്നോസ്ഡ് ആയി കഴിഞ്ഞാൽ അത് പൊട്ടി ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ യൂഷ്വലി പ്രഗ്നൻസി പോസിറ്റീവ് ആയ ശേഷം 6 ആഴ്ചയിൽ, എന്ന് വെച്ചാൽ സിംറ്റംസ് ഒന്നും വേറെ ബുദ്ധിമുട്ടൊന്നും അതിന് മുന്നേ വന്നിട്ടില്ലെങ്കിൽ 6 ആഴ്ചയിൽ അല്ലെങ്കിൽ 4 മുതൽ 6 ആഴ്ചയിൽ എവിടെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ മോസ്റ്റ് കോമൺലി 5 ആഴ്ച കഴിഞ്ഞാലേ അൾട്രാസൗണ്ടിൽ നമുക്ക് പോസിറ്റീവ് ആണെങ്കിലും കാണാൻ സാധിക്കുകയുള്ളൂ യൂഷ്വലി. അപ്പം ഈ യൂട്രസ് അകത്താണെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അപ്പൊ ആദ്യം നമ്മൾ പ്രഗ്നന്റ് ആയ ലേഡിയോട് വെള്ളം കുടിച്ച് മൂത്രം നിറഞ്ഞിട്ട് നോക്കുകയും താഴത്തൂടെ നോക്കുകയും ചെയ്യുന്ന 2 രീതിയിലുള്ള സ്കാനിങ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റിങ്ങിന് കുട്ടിയുടെ പൊസിഷൻ ഒന്നും കാര്യമായിട്ട് നോക്കേണ്ടതില്ല. കാരണം നമുക്ക് കുട്ടി വളരെ ചെറിയ സൈസ് ആയിരിക്കും, ചെറിയ ഫോം ചെയ്യുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പം ആദ്യം പ്രഗ്നൻസി അകത്താണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പിന്നെയുള്ളത് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നത് കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് വന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി, വയബിൾ ആണ് പ്രഗ്നൻസി എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ആദ്യത്തെ സ്കാനിങ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് 1 to 2 monthsലാണ് ആദ്യത്തെ സ്കാനിങ് ചെയ്യുന്നത്. പിന്നെയുള്ളത് 3rd മന്തിലുള്ള സ്കാനിങ് ആണ്. NT സ്കാനിങ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ NT സ്കാനിങ്ങിൽ ഇതുപോലെ ഗ്രോസ് ആയിട്ട് കുട്ടിയുടെ സ്ട്രക്ചേഴ്സ് ഒക്കെ ഫോം ആയിട്ടുണ്ട് എന്നുള്ളത്, എന്ന് വെച്ചാൽ തലയുണ്ടോ അല്ലെങ്കിൽ കാലും കൈകളൊക്കെ വന്നു തുടങ്ങിയോ അങ്ങനത്തെ ഒരു ഗ്രോസ് ആയിട്ടുള്ള സ്ട്രക്ചർ ഫോം ആയിട്ടുണ്ട് എന്നുള്ളതും, പിന്നെ നമ്മൾ കുറച്ച് വാല്യൂസ് മെഷർമെൻറ്റ്സ് എടുത്ത് അവരുടെ ബ്ലഡ് ടെസ്റ്റുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ട് ചില ഡിസീസസ്, എന്ന് വെച്ചാൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ജനറ്റിക് അല്ലെങ്കിൽ ക്രോമസോമൽ ഡിസീസസ് വരാനുള്ള സാധ്യതയുടെ റിസ്ക് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു സ്കാനിങ് ആണ് 3rd മന്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിനകത്ത് എന്തെങ്കിലും നമുക്ക് ഹൈ റിസ്ക്, പിന്നെ ഇപ്പം ബ്ലഡ് ടെസ്റ്റിലോ അല്ലെങ്കിൽ ഈ നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂലോ എന്തെങ്കിലും അബ്നോർമലായി തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പോയിന്റിൽ നമുക്ക് ഫെർദർ ഇവാലുവേഷൻ ചെയ്ത് നോക്കാൻ പറ്റും. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ക്രോമസോമലായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താനുള്ള ടെസ്റ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ് 5th മന്തിലെ സ്കാനിങ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കാനിങ് ആണ്, അനോമലി സ്കാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അംഗവൈകല്യങ്ങൾ ഉണ്ടോ എന്ന് കൂടുതലായിട്ട് പഠിക്കാനുള്ള സ്കാനിങ് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുത്ത് ഡീറ്റെയിൽ ആയിട്ട് കുട്ടിയുടെ പൊസിഷൻ കറക്റ്റായി വന്നതിന് ശേഷം നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ എല്ലാ സമയത്തും കുട്ടി നമ്മളോട് കോപ്പറേറ്റ് ചെയ്യണമെന്നില്ല. ചിലപ്പം തിരിഞ്ഞിരിക്കും, കമിഴ്ന്നിരിക്കും. അപ്പം ഇപ്പം കുട്ടി കമിഴ്ന്നിരിക്കുകയാണെങ്കിൽ കുട്ടിയുടെ ഫേസ് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സൈഡിലോട്ട് തിരിഞ്ഞ് വന്നാലല്ലേ നമുക്ക് മുഖം കാണാൻ പറ്റുള്ളൂ. അപ്പം ചില സമയത്ത് ചിലപ്പം അധിക സമയം എടുത്തേക്കാം കുട്ടി തിരിഞ്ഞു വരാനും. ചിലപ്പം നമ്മൾ പേഷ്യന്റിനോട് കുറച്ച് നേരം നടന്നിട്ട് വരാൻ പറയും, കുറച്ച് ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് വരാൻ പറയും. അപ്പോൾ കുട്ടി അനങ്ങി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ കോപ്പറേറ്റ് ചെയ്ത് കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗ്രോസ് ആയിട്ടുള്ള അനോമലീസ് ഒക്കെ നമുക്ക് ആ ഒരു പോയിന്റിൽ എല്ലാമല്ല, ഇപ്പോൾ ചെറിയ ചില ഇപ്പം ഹാർട്ടിന്റെ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് ജനിച്ചു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. എല്ലാം 100% എഫക്റ്റീവ് ആണെന്നല്ല, പക്ഷെ നമ്മൾ സമയം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഒരു 70 to 80% ഓഫ് അനോമലീസ് നമുക്ക് അൾട്രാസൗണ്ടിൽ ആ 5th മന്തിൽ നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റും. അതെ, പലപ്പോഴും കേട്ടിട്ടുണ്ട് ഹൃദയത്തിന് വരുന്ന സുഷിരങ്ങൾ അല്ലെങ്കിൽ കിഡ്നിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്കാനിങ്ങിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു ഭയം ഉണ്ടെങ്കിൽ പോലും ഇത് നമുക്ക് തരുന്ന ഒരു ഫേവർ എത്രത്തോളം ആണ് എന്ന് ആളുകൾ മനസ്സിലാക്കി വരേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം മുമ്പൊക്കെ അംഗവൈകല്യ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഉണ്ടാവുക, ജീവിതാവസാനം വരെ ആ കുട്ടി അനുഭവിക്കുക, വീട്ടുകാരും അനുഭവിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ഇതൊക്കെ മുൻകൂട്ടി കാണാൻ കഴിയുന്നത് ഈ ഇത്രയും നമ്മുടെ മെഡിക്കൽ സയൻസ് ഒക്കെ പുരോഗമിച്ചത് കൊണ്ടാണ്, സ്കാനിങ്ങിന്റെ ഒക്കെ ഒരു സഹായം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെടുന്നവരും ഉണ്ടാവുമല്ലോ അല്ലെ, നമുക്ക് ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കിയാൽ. അതെ, എസ്പെഷ്യലി ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ആദ്യ കുട്ടിയിൽ അംഗവൈകല്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ചിലപ്പം ഡയഗ്നോസ് എന്തോ ഇതുകൊണ്ട് ഡയഗ്നോസ് ആയില്ല. അപ്പൊ അവര് ഇങ്ങനെ പറയും, എന്റെ ആദ്യത്തെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നമ്മൾ 2 വർഷത്തോളം പല ഹോസ്പിറ്റൽസിൽ പോയി സർജറി ചെയ്തു, പക്ഷെ നമുക്ക് കുട്ടിയെ പിന്നെയും കിട്ടിയില്ല. അപ്പൊ അവരിങ്ങനെ ആ സമയം അങ്ങനത്തെ ഉള്ള ആൾക്കാർ ഇങ്ങോട്ട് ചോദിക്കാറുണ്ട്, ഡോക്ടറെ സമയം
സമയമെടുത്ത് നോക്കണം. അപ്പോൾ നമ്മൾ പറയും എന്തായാലും നമ്മൾ സമയമെടുത്ത് നോക്കുന്ന സ്കാനിങ് തന്നെയാണിത്, അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് റീഅഷ്യൂർ ചെയ്താൽ മതി ഏകദേശം. അപ്പം പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്കിപ്പം എന്താ പറയുക, നമ്മളിപ്പോൾ ഫർദർ ഇവാലുവേഷൻ നമ്മളിപ്പോൾ ചിലപ്പോൾ സജസ്റ്റ്, ഇപ്പോൾ ആദ്യ കുട്ടിയിൽ ഓൾറെഡി ഹാർട്ടിന് അസുഖം ഉണ്ട് എന്ന് അറിയുന്നവർ, എല്ലാ ഹാർട്ടിന് അസുഖമുള്ളതും ചിലപ്പോൾ ഇമ്മീഡിയറ്റ്ലി ട്രീറ്റ് ചെയ്യണം എന്നില്ല. ഇപ്പോൾ ചെറിയ സുഷിരങ്ങളൊക്കെ ആണെങ്കിൽ അവർ വെയിറ്റ് ചെയ്ത് നോക്കുകയുള്ളൂ ഒരു 4-5 വയസ്സ് വരെ. ചിലപ്പം ഓവർ ടൈം അത് താനേ അടയാം. വലിയതാണെങ്കിൽ മാത്രമേ അവർക്ക് സർജറി ചെയ്ത് ഇതാക്കേണ്ടതുള്ളൂ. അപ്പോൾ അതാണെങ്കിലും ഇപ്പോൾ സർജറി ചെയ്ത് റിപ്പയർ ചെയ്യാവുന്നതാണെങ്കിൽ, എന്ന് വെച്ചാൽ പോസ്റ്റ്നേറ്റൽ ജനിച്ചതിന് ശേഷം റിപ്പയർ ചെയ്യാവുന്നതാണെങ്കിൽ നമ്മൾ ടെർമിനേഷൻ എന്ന് വെച്ചാൽ അബോർഷന് പറയില്ല. എന്ന് വെച്ചാൽ നമുക്ക് തീരെ ട്രീറ്റ്മെന്റ് ഇല്ലാത്ത കണ്ടീഷൻസ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ഒരു പോയിന്റിൽ ടെർമിനേഷൻ നമ്മളൊരു ഓപ്ഷൻ കൊടുക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു കൊല്ലം വരെ നമുക്ക് 20 ആഴ്ച വരെ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ 20 വീക്സിൽ അനോമലി സ്കാനിങ് 5-ാം മാസത്തിൽ വെക്കുന്നത്. ഇപ്പം ഇന്ത്യയിലെ റൂള് പ്രകാരം 24 ആഴ്ച വരെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം. അപ്പം എനിക്ക് തോന്നുന്നു അത് നമ്മുടെ ഇന്ത്യയിലെ റൂൾസ് വളരെ പ്രോഗ്രസീവ് ആണ്. അപ്പം നിങ്ങളിപ്പോൾ US-ലെ അബോർഷൻ ലോസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും, അവർ കുറച്ചുകൂടെ റിഗ്രസീവ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ത്യയിൽ നമ്മൾ കുറച്ചുകൂടെ സപ്പോർട്ടീവ് ആണ് എനിക്ക് തോന്നുന്നു. പിന്നെ വിമൻ സപ്പോർട്ടീവ് ആയിട്ടുള്ള, അതെ, കൂടുതൽ സപ്പോർട്ടാണ്. അപ്പൊ 24 വീക്സ് വരെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ ടെർമിനേറ്റ് ചെയ്യാനുള്ള ഇതുവരെ ഇപ്പോൾ ഗവൺമെന്റ് റൂളായിട്ട് തന്നെ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളും ഇപ്പോൾ 24 വീക്സ് വരെ ആകുമ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും 20 വീക്സിൽ ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കാം. അത് ചിലപ്പം അത് താനെ ചിലപ്പം കുറച്ചൊക്കെ 24 വീക്സ് ആകുമ്പോൾ താനെ റിസോൾവ് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് ഫോളോ അപ്പ് ചെയ്ത് നമുക്ക് ഉറപ്പ് വരുത്താം കുറെ കണ്ടീഷൻസ് ഒക്കെ അത് ബിനൈൻ ആണ്, നമുക്ക് പേടിക്കേണ്ടതില്ല, നമുക്ക് റീഅഷ്യൂറൻസ് കൊടുക്കാൻ പറ്റുന്നത്. അതേപോലെ 20 വീക്സിൽ ചെയ്യാവുന്ന ഒരുപാട് ടെസ്റ്റും ഉണ്ട്. അതുപോലെ ക്രോമസോമൽ അനോമലി ഒക്കെ കണ്ടുപിടിക്കാനുള്ള NIPT അതുപോലത്തെ ടെസ്റ്റ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഫീറ്റൽ മെഡിസിൻ സെന്റേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഡയഗ്നോസ്റ്റിക്കലി നമുക്ക് കണ്ടുപിടിക്കാൻ ഒരുപാട് സഹായപ്രദമായിട്ടുള്ള ഫെസിലിറ്റീസ് നമുക്ക് ഇപ്പോൾ ഉണ്ട്. അതെ അല്ലേ. അപ്പം നമ്മൾ ഈ ശസ്ത്രക്രിയയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിട്ടുള്ള ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് അമ്മയുടെ വയറിനകത്ത് വെച്ച് തന്നെ കുഞ്ഞിനുള്ള ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ ശസ്ത്രക്രിയ അടക്കം നടത്താൻ പറ്റും. കുട്ടിയെ പുറത്തെടുത്ത് വീണ്ടും അതിനകത്ത് വയ്ക്കുന്ന ഒരു മീൻസ് വയറിന് പുറത്തല്ല, നമ്മുടെ ഗർഭപാത്രത്തിന് പുറത്തേക്ക് എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെയാണ്? യൂഷ്വലി അങ്ങനത്തെ പോസിബിലിറ്റീസ് ഒക്കെ നമ്മുടെ വയറിനകത്ത് തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സർജൻസ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇന്ത്യയിൽ അത് വൈഡ് സ്പ്രെഡ് ആയിട്ട് നടക്കുന്നില്ല. പുറത്താണ് കൂടുതലും, UK-ലോ US-ലോ അങ്ങനത്തെ സെന്റേഴ്സിലാണ് എന്ന് വെച്ചാൽ വയറിനകത്ത് ഉള്ളപ്പോൾ തന്നെ സർജറി ചെയ്ത് റിപ്പയർ ചെയ്യാവുന്ന കണ്ടീഷൻസ് ഒക്കെ നടക്കുന്നത്. ഇവിടെ ഇന്ത്യയിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ മെയിൻ സിറ്റീസിലല്ലാതെ ബാക്കി എല്ലാ സിറ്റീസിലും അങ്ങനെ ഇപ്പൊ ബാംഗ്ലൂരിലായാൽ പോലും അങ്ങനെ എക്സ്റ്റെൻസീവ് ആയിട്ട് പ്രസവം നടക്കുന്ന സമയത്ത് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ഒരു ചെറിയ ഇഷ്യൂ എന്ന് പറയുന്നത്, നമ്മളിപ്പം ഒരുപാട് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് യൂട്രസിനകത്ത് പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പം ചെറിയൊരു അബോർഷന്റെ റിസ്ക് അതിനകത്ത് ഉണ്ടാവും. അപ്പം അങ്ങനെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഇത് എപ്പോഴും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. UK US-ലൊക്കെ അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ വൈഡ് സ്പ്രെഡ് ആയിട്ട് അത് തുടങ്ങിയിട്ടില്ല. അതെ, ഇന്ത്യയിൽ ഇല്ലെങ്കിൽ കൂടെ ഇത് നമുക്ക് വലിയൊരു പ്രത്യാശ തരുന്നത്. കാരണം നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഇതിനെക്കുറിച്ച് കുറെ മിഥ്യാധാരണകളുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് പോലും അമ്മമാർക്കൊപ്പം നിൽക്കുന്നു പറയുമ്പോൾ വീട്ടുകാർ പലപ്പോഴും നിൽക്കാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. നമ്മളൊക്കെ 10 പ്രസവിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുന്ന അമ്മമാരുണ്ടാവാറുണ്ട്. ആ സമയത്ത് ഇത് ഇത്തരത്തിലുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട്, അല്ലാണ്ട് ദൈവം തരുന്നത് അതുപോലെ തന്നെ നമ്മൾ വാങ്ങിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു മുന്നോട്ട് വയ്പ് കൂടിയാണല്ലേ ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ. ഇപ്പൊ കുട്ടി ഉണ്ടാവുമ്പോൾ തന്നെ ഒരു സിസ്റ്റ് കൂടി ഉണ്ടാകുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് സിസ്റ്റ് വളരുന്നുണ്ടെങ്കിൽ മാത്രമേ കുഴപ്പമുള്ളൂ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് കൊടുക്കേണ്ടി വരാറുണ്ടോ? സ്കാനിങ്, അൾട്രാസൗണ്ട് ആണെങ്കിലും യൂഷ്വലി ഇപ്പോൾ ലൈക്ക് സിസ്റ്റ് തന്നെ പല തരത്തിലുള്ള സിസ്റ്റുകളുണ്ട്. ഇപ്പം നോർമൽ, ഇപ്പം ബിനൈൻ ആയിട്ടുള്ളത് വെച്ചാൽ പേടിക്കേണ്ടാത്ത സിസ്റ്റാണ്. പേഷ്യന്റിന് കംപ്ലൈന്റ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ നോർമൽ സ്കാനിങ് മാത്രം ചെയ്താൽ മതി. നമ്മുടെ നോർമൽ 1st മന്ത് 3rd മന്ത് 5th മന്തിൽ ജസ്റ്റ് ഒന്ന് അസസ് ചെയ്ത് പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല. പേഷ്യന്റിന് ഇപ്പോൾ പെയിൻ ഉണ്ടെങ്കിലും അത് കൂടുതലും മെഡിക്കലി മാനേജ് ചെയ്യാനേ ശ്രമിക്കുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ പ്രഗ്നൻസിയിൽ സർജിക്കൽ മാനേജ്മെന്റ് അൺലെസ് ആബ്സല്യൂട്ട്ലി നെസസറി എന്ന് വെച്ചാൽ അവസാനം എത്തുന്നതിന് മുന്നേ 3rd മന്തിൽ ആരും ചെയ്യാൻ ആഗ്രഹിക്കില്ല, വെറുതെ കാരണം സർജറി ചെയ്ത് യൂട്രസിനെ ഇതാക്കണ്ട. അപ്പം അത്രയും എമർജൻസി ആയിട്ടുള്ള പേഷ്യന്റ് നല്ലോണം പെയിൻ ഉണ്ട്, തീരെ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ മാത്രമേ സർജിക്കൽ മാനേജ്മെന്റിനെ കുറിച്ച് ആലോചിക്കുള്ളൂ. അല്ലെങ്കിൽ മെഡിക്കലി മാനേജ് ചെയ്ത് പേഷ്യന്റ് സിംറ്റത്തിനെ വെച്ച് നോക്കിയിട്ട് അവസാനം വേണമെങ്കിൽ ആവശ്യമാണെങ്കിൽ ഡെലിവറിയുടെ സമയത്ത് അതിനെ ഒരുമിച്ച് ട്രീറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഉള്ള അപ്രോച്ചാണ് യൂഷ്വലി എടുക്കാറ്. അപ്പം സിസ്റ്റ് ഉള്ളത് കൊണ്ട് ഇപ്പം ബിനൈൻ സിസ്റ്റ് ആണെങ്കിൽ അതിനെക്കുറിച്ച് പേടിക്കേണ്ട വലിയ ആവശ്യമൊന്നുമില്ല. സിംറ്റം ഒന്നും ഇല്ലെങ്കിൽ
ആണെങ്കിൽ അതിനെക്കുറിച്ച് വറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പ്രഗ്നൻസി സമയത്ത് വറീഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പം നമ്മൾ ജസ്റ്റ് പേഷ്യനെ റീഅഷ്യൂർ ചെയ്താൽ അത് ധാരാളം. അവർക്കും സന്തോഷമായി, നമുക്കും സന്തോഷമായി. നമ്മൾ ആദ്യഘട്ടം മുതൽ തന്നെ സ്കാനിങ് ഒക്കെ ചെയ്ത് നമ്മുടെ കുട്ടി പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും അവസാന നിമിഷത്തിലേക്കൊക്കെ ആയിരിക്കും കോഡ് ചുറ്റുക എന്ന് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അത് ആക്ച്വലി കോമൺ ആയിട്ട് ഉള്ളത് തന്നെയാണ്. ത്രൂ ഔട്ട് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുക. ഇപ്പൊ 5th മന്തിന് ശേഷം ആയാലും പല സമയത്തും കോഡ് ചുറ്റി കാണാറുണ്ട്. അപ്പം ചില സമയത്ത് ഇപ്പൊ ആവശ്യത്തിന് ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ, ലൈക്കർ ഉണ്ടെങ്കിൽ കുട്ടി മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആ കോഡ് ചിലപ്പോൾ പുറത്തേക്ക് വരും. അല്ലെങ്കിൽ ചിലപ്പം 1 ലൂപ്പ് അല്ല ചിലപ്പോൾ 2 ലൂപ്പ് ഓഫ് കോഡൊക്കെ ചുറ്റാറുണ്ട്. അത് എപ്പോഴാണ് സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്നത് വെച്ചാൽ പേഷ്യന്റ് ലേബറിലേക്ക് പോകുമ്പോൾ, പ്രസവ വേദന തുടങ്ങുമ്പോൾ കോഡ് ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പൊ ടൈറ്റ് ആയിട്ട് ചുറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടിക്ക് എന്തെങ്കിലും ഡിസ്ട്രെസ് വരുന്നുണ്ട്, ഡിസ്ട്രെസ് വരാനുള്ള ടെസ്റ്റുകളുണ്ട്, ഡിസ്ട്രെസ് വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മോണിറ്റർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കിപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എമർജൻസി ഇതായിട്ട് നമുക്ക് സിസേറിയൻ ചെയ്തിട്ട് എടുക്കാം. അല്ല ലൂസ് ലൂപ്പാണ്, അങ്ങനെ വലിയ കുഴപ്പമില്ല, കുട്ടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പം ആ സമയത്ത് മോണിറ്റർ ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഈ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പുതിയതായിട്ട് പറയുന്ന കേൾക്കും നമ്മൾ മുച്ചരി പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ അത്രയും എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് തരം സ്കാനിങ് ആണ് ചെയ്യുന്നത്? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അനോമലി സ്കാനിങ് എന്നുള്ള 5th മന്തിലുള്ള സ്കാനിങ് ഞാൻ പറഞ്ഞില്ല, സമയമെടുത്ത് ചെയ്യുന്ന സ്കാനിങ് തന്നെയാണത്. അപ്പം നമുക്കിപ്പം ബേസിക് ഡീറ്റെയിൽസ് ഇതുപോലെ കണ്ണ്, മൂക്ക്, മുച്ചറി അതുപോലത്തെ ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുട്ടി പൊസിഷൻ ചെയ്യുന്നതിനനുസരിച്ച്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കുട്ടി ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് മുഖം കാണില്ല. അപ്പം മുഖം നമ്മുടെ സൈഡിലേക്ക് തിരിഞ്ഞ് വന്ന് ഫേസ് മൊത്തമായിട്ട് നമുക്ക് ഈ ഒരു പ്രൊഫൈൽ വിഷ്വലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അത് ടിക്ക് ബോക്സ് ഇട്ട് കൊടുക്കുകയുള്ളൂ, പ്രൊഫൈൽ നോർമൽ എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ ഒരു കുറച്ച് ഇതാക്കി കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് പറയുന്ന പോലെ ഒരു എക്സ്റ്റെൻഡ് വരെ നമുക്ക് പിന്നെ അനോമലീസ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ പറഞ്ഞ പോലെ ഫുൾ പ്രൂഫ് അല്ല. എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും ചിലപ്പം അത് ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ബെസ്റ്റ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പം നല്ല ഫ്ലൂയിഡ് ഉണ്ട് കുട്ടിക്ക് ചുറ്റും, അപ്പോഴൊക്കെയാണ് നമുക്ക് വിഷ്വലൈസേഷൻ. ഫ്ലൂയിഡ് കുറവാണ്, അല്ലെങ്കിൽ പറയുന്ന പോലെ പ്ലാസൻ്റെ ഒക്കെ നമ്മുടെ മുന്നിലിടയിൽ കുട്ടിയുടെയും പിന്നെ നമ്മുടെ വയറിൻ്റെ ഇടയിൽ പ്ലാസെന്റൽ മാസ് കൂടുതലായിട്ടുണ്ട്. അപ്പം ചില കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ മെറ്റേണൽ അബ്ഡമൻ, ഇപ്പോൾ ഒരുപാട് പിന്നെ നമ്മുടെ വയറിൽ ഫാറ്റി അബ്ഡമൻ ആണെങ്കിൽ ചില സിറ്റുവേഷൻസിൽ നമുക്ക് പെനിട്രേഷൻ കുറവായിരിക്കും. അപ്പം ബെസ്റ്റ് വിഷ്വലൈസേഷൻ ആണെങ്കിൽ നമുക്ക് എല്ലാം കണ്ടുപിടിക്കാം. പക്ഷേ ഇതുപോലെ ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഇതിൽ പ്ലേ ചെയ്യുന്നത് കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും. പക്ഷേ ഗ്രോസ് ആയിട്ടുള്ളതെല്ലാം നമുക്ക് മാക്സിമം കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് നമ്മൾ 5th മന്തിൽ നടത്താറ്. അതെ, നമ്മൾ അബോഷന്റെ കാര്യം പറഞ്ഞു. ചിലപ്പോൾ ഫസ്റ്റ് ബേബി ഉണ്ടാവും, പിന്നെയുള്ള തുടരെ അബോഷനായി പോകും, 2ഉം 3ഉം ഒക്കെ. ഇതിന് ഷുഗർ അല്ലെങ്കിൽ അമ്മയുടെ പ്രായം ഇതൊക്കെ ഒരു കാരണമായി വരാറുണ്ടോ ശരിക്കും? അതെ, എന്ന് വെച്ചാൽ ഐഡിയലി നമ്മൾ പറയുന്നത് 35 ഇയേഴ്സ് ആൻഡ് അബവ് ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസിയാണ്. എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ നമ്മുടെ റിസർവും എല്ലാം കുറയുന്നതുകൊണ്ട് കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഡയബറ്റിക് എന്ന് പറയുന്നത് ഇത് 2-3 രീതിയിൽ വരാം. എന്ന് വെച്ചാൽ പിന്നെ ചിലപ്പോൾ ഓൾറെഡി പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ തന്നെ ഡയബറ്റിക് ആയിരിക്കും, ചിലപ്പോൾ നോൺ ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു പ്രായത്തിൽ നമ്മളിപ്പോൾ എല്ലാവരും എപ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നില്ലല്ലോ. അപ്പം ആ സമയത്ത് ഓൾറെഡി ആ സമയത്ത് ഡയഗ്നോസ് ചെയ്യുന്നയാളാം, അല്ലെങ്കിൽ പ്രഗ്നൻസി തുടങ്ങിയതിന് ശേഷം ഡയബറ്റീസ് വരുന്നതാണ്, ജെസ്റ്റേഷൻ ഡയബറ്റീസ് മെലൈറ്റിസ് ഇൻ പ്രഗ്നൻസി എന്ന് പറയുന്ന കണ്ടീഷൻ. അപ്പോൾ അതൊക്കെ ആകുമ്പം കുട്ടിയുടെ വെയിറ്റ് കൂടാനും ഈ പറഞ്ഞ പോലെ നീര് കൂടാനുമുള്ള പിന്നെ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ്റെ അല്ലെങ്കിൽ BP കൂടുന്ന സിറ്റുവേഷൻ ഉണ്ട് ഇതുപോലെ പ്രഗ്നൻസിൻ്റെ സമയത്ത്. ഇതൊക്കെ കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള കണ്ടീഷൻസ് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ യൂഷ്വലി ഞാൻ പറഞ്ഞ പോലെ 5th മന്ത് കഴിഞ്ഞാൽ നോർമലി വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ലെങ്കിൽ 7th മന്തിൽ ഗ്രോത്ത് അഡിക്വേറ്റ് ആണ്. ജസ്റ്റ് ഡെലിവറി ചെയ്യുന്നതിന് മുന്നേ 9th മന്തിൽ വെയിറ്റ് എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള നോർമലി ഇത് 2 സ്കാനിങ്ങേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ഇതുപോലെ ഓൾറെഡി ഡിഫറെന്റ് കണ്ടീഷൻസ് കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ കുട്ടി ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡിസ്ട്രെസ്സിൽ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ തുടരെ പിന്നെ ചിലപ്പോൾ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം വെച്ചാൽ അങ്ങനെയും എന്ന് വെച്ചാൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയ കേസസിൽ നമ്മൾ അത്രയും ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യും. എന്ന് വെച്ചാൽ കുട്ടിക്ക് എന്തെങ്കിലും പറ്റി പോകാതിരിക്കാൻ മാക്സിമം നമ്മൾ കുട്ടിയുടെ ബ്ലഡ് ഫ്ലോ പ്രൊഫൈലൊക്കെ വെച്ച് നോക്കിയിട്ടുള്ള സ്കാനിങ്, ഡീറ്റെയിൽ സ്കാനിങ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നോർമൽ അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആണെങ്കിൽ പറഞ്ഞ പോലെ 7 മന്തിൽ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ 9 മന്ത് ജസ്റ്റ് ലേബർ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേയുള്ള സ്കാൻ വിൽ സഫൈസ്. അതെ, നമ്മളിപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇത് കാര്യമായിട്ട് അല്ലേ പ്രഗ്നന്റ് ലേഡീസ് ആണ് ഇതിന് വിധേയരാവാറ്. ഇത്തരം ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ കിട്ടുന്നതും അമ്മയെ കിട്ടുന്നതിനും ഒക്കെ ഇത് ഹെൽപ്ഫുൾ ആവാറുമുണ്ട്. അതുപോലെ തന്നെ അത് ഒരു പോസിറ്റീവ് വശമാണ്. ഇനിയും പറയുന്നതും പോസിറ്റീവ് വശം. എന്നാലും നമ്മൾ കുറച്ചുകൂടി പേടിക്കുന്നത് ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് ക്യാൻസർ.
പലതരത്തിലുള്ള ക്യാൻസറുകൾ. അപ്പോൾ ഇതിന് ഏതൊക്കെ സ്കാനിങ് ആണ്, എങ്ങനെയൊക്കെയാണ് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അതെ, നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത് വളരെ ബ്രോഡ് ടോപ്പിക്കാണ്. അപ്പം ഏത് അവയവത്തെ അനുസരിച്ചിരിക്കും നമ്മൾ ഏത് മൊഡാലിറ്റിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. പലപ്പോഴും എനിക്കൊന്നും കണ്ടിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ വേറെ കാരണങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ വന്നിട്ട് കല്ല് നോക്കാൻ വരുമ്പോൾ ചിലപ്പം കിഡ്നിയിലൊരു വലിയ ക്യാൻസർ കണ്ടുപിടിച്ചു. അങ്ങനെ ഇൻസിഡൻ്റലി ഡിറ്റക്റ്റഡ് ക്യാൻസേഴ്സ് വളരെ കൂടുതലാണ്. ഇപ്പം മുന്നേ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു, വീട്ടുകാരെല്ലാവരും കൂടി പ്രഷർ കൊടുക്കുന്നു, ഞങ്ങൾ 10 പ്രസവിച്ചതാണെന്നില്ല. എനിക്കൊന്ന് പണ്ടത്തെ കാലത്തെയും ഇപ്പോഴത്തെ കാലത്തെയും ഡിസീസ് പ്രൊഫൈലുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്യത്യാസമാണല്ലോ, അവർ ജീവിച്ച പോലെയല്ല നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതിൽ വന്നിട്ടുള്ള വേരിയേഷൻസ്, ഡിസീസ് വേരിയേഷൻസ് നമ്മുടെ ഇതിനകത്തും ഇതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം അനോമലീസിന്റെ എമൗണ്ട് കൂടുതലാണ്. പണ്ടത്തെ പോലെ ഇതിന് ഇപ്പോഴത്തെ കാലത്ത് കുറച്ചുകൂടെ കൂടുതലായിട്ട് കാണാറുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, ഇതുപോലത്തെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ഉണ്ട്. ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ശ്വാസകോശമാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യം എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇപ്പം പേഷ്യൻറ്റിന് ഓൾറെഡി സിംറ്റം ഇൻസിഡൻ്റലി കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ നമ്മളെപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്ന എപ്പോഴാണ് പേഷ്യൻ്റ് എന്തെങ്കിലും സിംറ്റം ഉണ്ടാകുമ്പം. അപ്പം ഏത് തരത്തിലാണ്, ഇപ്പം വിട്ടുമാറാത്ത ചുമ, അല്ലെങ്കിൽ കഫത്തിൽ ബ്ലഡ് വരിക, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും, അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ, ജസ്റ്റ് ചിലപ്പോൾ നോൺ സ്പെസിഫിക് ആയിരിക്കും സിംറ്റംസ്. അപ്പം യൂഷ്വലി ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്താ എടുക്കുക, ഒരു ചെസ്റ്റ് എക്സ്റേ എടുക്കും അല്ലേ. അപ്പോൾ എക്സ്റേയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അവർ പിന്നെ എന്തെങ്കിലും ചിലപ്പോൾ മാസ് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻസർ പോലെ തോന്നുകയാണെങ്കിൽ, സംശയാസ്പദമായി എന്തെങ്കിലും കാണുകയാണെങ്കിലാണ് ഈ പറഞ്ഞ പോലെ CT യിലേക്ക് പോകുന്നത്. മരുന്ന് കൊടുത്തിട്ട് നമുക്ക് CT സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ആ ഭാഗത്തുള്ള എന്ത് ക്യാൻസർ ആയാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇപ്പോൾ വളരെ ചെറിയതാണ്, നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഫോളോ അപ്പ് പറയും. ഒരു 3 മാസം കഴിഞ്ഞിട്ട് അത് വളരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പം തന്നെ PET CT അല്ലെങ്കിൽ ബയോപ്സി, അതുപോലത്തെ എല്ലാ മൊഡാലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. സംശയാസ്പദമായിട്ട് എന്ത് കണ്ടു കഴിഞ്ഞാലും നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇപ്പോൾ വേറെ ഇപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ തൈറോയിഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ, തൈറോയിഡ് മുതൽ ഒരുപാട് പേർക്ക് എനിക്കൊന്ന് തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുണ്ട് മരുന്ന് കഴിക്കുന്നത്. അപ്പം അതുപോലെ ഒരുപാട് പേര് സ്കാൻ ചെയ്യാൻ വരികയും, അപ്പോൾ തൈറോയിഡിൽ പലപ്പോഴും പല രീതിയിലുള്ള മുഴകൾ നമ്മൾ കാണാറുണ്ട്. അപ്പം നമ്മൾ യൂഷ്വലി അത് ഗ്രേഡ് ചെയ്യും. അപ്പം സംശയാസ്പദമായിട്ടുള്ള ഗ്രേഡിൽ എത്തുന്നതൊക്കെ നമുക്ക് FNAC അല്ലെങ്കിൽ കുത്തിയെടുത്ത് പരിശോധിച്ച് അതിന്റെ സെൽസ് നോക്കാം, അതിൽ സംശയാസ്പദമായ എന്തെങ്കിലും ഉണ്ടോ. അത് നോർമലായി വന്നു കഴിഞ്ഞാൽ, കുഴപ്പമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ 6 മന്ത് അല്ലെങ്കിൽ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് ചെയ്ത് നോക്കിയാൽ മതി, അത് വളരുന്നുണ്ടോ മാറുന്നുണ്ടോ നോക്കുക. അതിൽ സംശയാസ്പദമായ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അവർക്കത് സർജറിക്ക് വിധേയമായി അത് എടുത്തു കളഞ്ഞ് ട്രീറ്റ്മെന്റ് എടുത്ത് നോക്കാം. ഇപ്പോൾ ബ്രസ്റ്റ് ആണെങ്കിൽ, ബ്രസ്റ്റ് എനിക്ക് തോന്നുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ത്യ പോലൊരു കൺട്രിയിൽ വളരെ കോമൺ ആയിട്ട് വിമനിൽ കണ്ടുവരുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ നമ്മുടെ ഗൈഡ് ലൈൻ പ്രകാരം 40 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം മിനിമം ഒരു പ്രാവശ്യമെങ്കിലും ഒരു എക്സ്റേ മാമോഗ്രാം ചെയ്ത് നോക്കണമെന്നാണ്. കാരണം എന്തെങ്കിലും സംശയാസ്പദമായിട്ടുണ്ടെങ്കിൽ. ഇതുപോലെ തന്നെ അൾട്രാസൗണ്ട് ബ്രസ്റ്റും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എസ്പെഷ്യലി എന്തെങ്കിലും സംശയാസ്പദമായിട്ടുള്ള മുഴകൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, പലർക്കും മടിയാണ് എന്ന് വെച്ചാൽ പിന്നെ എന്താ വന്ന് കാണിക്കാൻ, ബ്രസ്റ്റിൻ്റെ ആവുമ്പം കുറച്ചൊരു മടി എല്ലാവർക്കും ഉണ്ട്. അപ്പം അതാണ് ആദ്യം മാറേണ്ടത്. അതെനിക്ക് തോന്നുന്നു വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് ബ്രസ്റ്റ് അവയർനെസ്, പിന്നെ മെഡിക്കലും നോൺ മെഡിക്കൽ ആയിട്ടുള്ള NGOസും എനിക്ക് തോന്നുന്നു കേരളത്തിലും ഇന്ത്യയിൽ ഒട്ടാകെയും അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പം അതിന്റെ ഇതായിട്ടുള്ള ക്യാമ്പ്സും, ഡിഫറെന്റ് ക്യാമ്പ്സ്, ഇപ്പം എന്താ പല നമ്മുടെ ഇപ്പം തലശ്ശേരി ഉള്ള MVR ആയാലും അങ്ങനത്തെ സെന്റേഴ്സ് ആയാലും മെഡിക്കൽ ക്യാമ്പ്സ്, ബ്രസ്റ്റ് അവയർനെസ് മന്ത് തന്നെയുണ്ട് നമുക്ക്. ഒക്ടോബർ നവംബറിലൊക്കെ ക്യാമ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം സ്ക്രീനിങ് നടത്തി ഇതുപോലെ ഒരുപാട് ഫ്രീ ക്യാമ്പ്സ് നടത്താറുണ്ട്. അപ്പം ഇതുപോലെ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് ഒക്കെ ഒരു പരിധിവരെ നമുക്ക് കംപ്ലീറ്റ്ലി പിന്നെ എന്താ ചികിത്സിച്ച് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചികിത്സിച്ച് നമുക്ക് കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ നമുക്ക് കുറേ കാലം ജീവിക്കാൻ പറ്റും. ബാക്കിയുള്ള സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അൾട്രാസൗണ്ടിൽ തന്നെ അതും ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ വൈറസ് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും, എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമുക്കിപ്പം വയറ് വേദനയായിട്ട് ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മളിപ്പോൾ ഓർഗൻസ്, ഇപ്പം നമുക്ക് കരൾ സംബന്ധമായിട്ടുള്ളത്, അല്ലെങ്കിൽ പിത്തസഞ്ചി, പാൻക്രിയാസ്, സ്പ്ലീൻ, നമ്മുടെ വൃക്കകൾ, കിഡ്നീസ്, മൂത്രസംബന്ധമായിട്ടുള്ള മൂത്രസഞ്ചിയിൽ അല്ലെങ്കിൽ അപ്പൻഡിക്സ്. പക്ഷെ നമുക്കിപ്പോൾ എല്ലാ പിന്നെ വയറിലെ ഡിസീസസും നമുക്ക് അൾട്രാസൗണ്ടിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന വരില്ല. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ അസിഡിറ്റി റിലേറ്റഡ് ആയിട്ട് അൾസർ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ, വയറിലെ അൾസർ നമുക്ക് അൾട്രാസൗണ്ടിൽ മനസ്സിലാവില്ല. അപ്പം ഗ്യാസ് ഉള്ള ഭാഗങ്ങളിൽ ചില സിറ്റുവേഷൻസിൽ നമുക്കിപ്പോൾ ചെറുകുടൽ വൻകുടലിൽ കണ്ടുവരുന്ന എല്ലാ ഡിസീസസും എല്ലാ സമയത്തും അൾട്രാസൗണ്ടിൽ മനസ്സിലായെന്ന് വരില്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മൾ വേറെ ഇൻവെസ്റ്റിഗേഷൻ, CT അല്ലെങ്കിൽ എൻഡോസ്കോപ്പി പോലെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് അന്നേരം സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ഇതുപോലെ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് എവിഡൻസ് കാണാം. ഇപ്പൊ ഓൾറെഡി ക്യാൻസർ വേറൊരു സ്ഥലത്തേക്ക് പടർന്നു കഴിഞ്ഞു, അപ്പം ബോണിലേക്കൊക്കെ പടർന്നു കഴിഞ്ഞാൽ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് സംശയാസ്പദമായിട്ടുള്ള
ഇത് ബോണിൽ കാണുമ്പോഴാണ് നമ്മൾ ചിലപ്പം ഫുൾ ഇൻവെസ്റ്റിഗേഷൻ പാനൽ തുടങ്ങുന്നത് പേഷ്യൻറ്റിന്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വയറ് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ലിവറിലൊരു ഇത് കണ്ടു, ലിവറിലൊരു പിന്നെ ലീഷൻ ഇതുപോലെ കണ്ട് CT ചെയ്ത് നോക്കുമ്പോൾ അത് വേറെ എവിടെയോ വന്നതാണെന്ന് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അവിടെ ഓൾറെഡി ക്യാൻസർ ഉണ്ടെന്ന്. അപ്പം ചില സിറ്റുവേഷൻസിൽ നമുക്കിപ്പം എന്താ പറയുക, എല്ലാ സമയത്തും നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം എന്ന് വെച്ചാൽ സിംറ്റം വരണമെന്ന് നിർബന്ധമില്ല. അപ്പം സിംറ്റം ഇല്ലാതെ നമ്മുടെ നാട്ടിൽ എല്ലായ്പ്പോഴും പോയിട്ട് ചെക്കപ്പ് ചെയ്യുന്ന ഒരു പ്രവണത എനിക്ക് തോന്നുന്നില്ല. എന്നാലും കുറേയൊക്കെ എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ വലിയ താല്പര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു അവിടെ വരുന്ന പേഷ്യൻസ് ആയാലും ഇപ്പം ഗൾഫിൽ പോയിട്ടുള്ളവർ, അപ്പോൾ ഗൾഫിലൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ ഉള്ള പോലെ മെഡിക്കൽ ആക്സസ് അത്ര എളുപ്പമല്ല ചിലപ്പം സ്പെഷ്യലിസ്റ്റിനെ കാണുക എന്നുള്ളത്. അപ്പോൾ US ലും UK ലും നമുക്കിപ്പം ഒരുപാട് ഫ്രണ്ട്സും റിലേറ്റീവ്സും പോകുന്നുണ്ട്. അവരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ്ലി ടോക്കൺ എടുത്ത് കാണുന്ന പോലെ മറ്റ് കൺട്രീസിൽ നമുക്ക് ഡയറക്റ്റ് റെഫറൽ കിട്ടില്ല. അപ്പം അവിടെ നിന്നൊക്കെ ഇപ്പം നാട്ടിൽ വരുമ്പം അപ്പം എല്ലാം ചെക്കപ്പ് ചെയ്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പോകാൻ താല്പര്യമുള്ള കുറേ ഒരു സെറ്റ് ഓഫ് പേഷ്യൻസ് ഉണ്ട്. അപ്പം അവർക്കൊക്കെ ജസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അൾട്രാസൗണ്ടും ചെസ്റ്റ് എക്സ്റേയും ഒക്കെ എടുത്തിട്ട് നോക്കും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പുറത്തിപ്പോൾ കൺട്രീസിലേക്ക് പോകുമ്പം ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി പോകുമ്പോഴും അവരിതുപോലെ എക്സ്റേ എടുത്ത് അല്ലെങ്കിൽ അൾട്രാസൗണ്ട് അബ്ഡമൻ എടുത്ത് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്ന് സർട്ടിഫൈ ചെയ്തിട്ടേ അവരുടെ മെഡിക്കൽ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുള്ളൂ. കാരണം അവർക്ക് വേറെ ഇതൊന്നും ബുദ്ധിമുട്ടൊന്നും വരാൻ സാധ്യതകളില്ല എന്ന് പറയുന്ന പോലെ ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പം ഇമേജിങ് എനിക്ക് തോന്നുന്നു ഇപ്പം ഡയഗ്നോസ്റ്റിക്സിൻ്റെ ഒരു വളരെ വലിയ ഭാഗമാണ്. അപ്പം അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. CT മാത്രം കുറച്ച് റേഡിയേഷൻ ഇൻവോൾവ് ആവുന്നതുകൊണ്ട് നമ്മൾ ജുഡീഷ്യസ്ലി മാത്രമേ ആ മൊഡാലിറ്റി നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. എന്ന് വെച്ചാൽ പറഞ്ഞ പോലെ ബെനിഫിറ്റ് ടു റിസ്ക് എന്ന് വെച്ചാൽ നമ്മൾ ആ രോഗം കണ്ടുപിടിച്ചില്ലെങ്കിൽ പേഷ്യൻ്റ് എന്ത് നഷ്ടമാവും, അത് വെച്ച് നോക്കുമ്പം റേഡിയേഷൻ അത്രയും വലിയൊരു ഫാക്ടറാണോ എന്ന് ചോദിച്ചിട്ടായിരിക്കും നമ്മളെപ്പോഴും അതുപോലത്തെ ഇൻവെസ്റ്റിഗേഷൻസ് പറയുന്നത്. USG ലും MRI ലും റേഡിയേഷൻ ഇല്ല. അപ്പം അതിനെക്കുറിച്ച് വറീഡ് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം പറഞ്ഞു എക്സ്റേയുടെ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൈക്കും കാലും പൊളിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ തുടരെ നമ്മൾ ഇങ്ങനെ എക്സ്റേ എടുക്കേണ്ടി വരുന്നത് അവർക്ക് ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ടോ? എക്സ്റേ ആക്ച്വലി വളരെ വളരെ മിനിമൽ റേഡിയേഷനേ ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കൊല്ലത്തിൽ ഇപ്പം നമുക്കിപ്പം നമ്മളെപ്പോഴും ആലോചിക്കുന്നത് ഒരു ബെനിഫിറ്റ് ടു റിസ്ക് അനാലിസിസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് എക്സ്റേ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നഷ്ടപ്പെടുന്ന ട്രീറ്റ്മെന്റിന്റെ കോൺസിക്വൻസ് എത്രയായിരിക്കും, ഈ എക്സ്റേ എടുക്കുന്നത് കൊണ്ട് റേഡിയേഷൻ വരുന്നതിന്റെ റിസ്ക് എത്രയാണ്, അത് വളരെ വളരെ കുറവാണ്. അപ്പം എക്സ്റേയുടെ കാര്യത്തിൽ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല. എക്സ്റേയുടെ കാര്യത്തിൽ നമ്മൾ നോക്കുന്നത് ഇപ്പം പേഷ്യന്റ് പ്രഗ്നന്റ് ആണെങ്കിൽ നമുക്ക് മാക്സിമം അലവബിൾ ഫസ്റ്റ് 3 months ഒരു എക്സ്റേ മാത്രമേ നമ്മൾ മാക്സിമം നമ്മൾ നോക്കൂ. ഇതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ബെനിഫിറ്റ് റിസ്ക്. ഇപ്പം അമ്മ ഇപ്പം ഏതെങ്കിലും സീരിയസ് ആക്സിഡന്റിൽ അകപ്പെട്ടു, അപ്പം ആ സമയത്ത് നമുക്കിപ്പം അമ്മയുടെ ജീവൻ തന്നെ പിന്നെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ആ സമയത്ത് ഫീറ്റസിനുള്ള റിസ്ക് നമ്മൾ ആലോചിക്കില്ല. നമ്മൾ എന്തായാലും ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നോക്കും. നമ്മൾ മാക്സിമം CT ഒഴിവാക്കാൻ നോക്കും. പ്രഗ്നന്റ് ലേഡീസിലാണെങ്കിൽ CTയിൽ ആവശ്യത്തിന് റേഡിയേഷൻ ഉള്ളത് കൊണ്ട് അൺലെസ് മദറിന് ലൈഫ് ത്രെട്ടനിങ് എമർജൻസി ആണെങ്കിൽ അല്ലെങ്കിൽ മാത്രം നമ്മൾ CT ഒരിക്കലും പ്രഗ്നൻസിയിൽ നമ്മൾ ചെയ്യാറില്ല. ബാക്കിയുള്ള കേസിലൊക്കെ 1-2 വർഷം CT എടുക്കുന്നത് കൊണ്ട് അത് വിത്തിൻ പെർമിസിബിൾ ലിമിറ്റിൽ തന്നെയാണ്. റേഡിയേഷൻ ഒരാൾക്ക് ലഭിക്കാവുന്ന റേഡിയേഷൻ്റെ വിത്തിൻ പെർമിസിബിൾ ലിമിറ്റ്സിൽ തന്നെയാണ്. അപ്പോൾ എക്സ്റേ എടുക്കുന്നത് കൊണ്ട് നമ്മളിപ്പോൾ എക്സ്റേ എടുക്കുന്നത് വെച്ചാൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണല്ലോ ഒബ്വിയസ്ലി എടുക്കുന്നത്. ഇപ്പോൾ വീണിട്ട് വരുന്നു, അപ്പം നമ്മളിപ്പം എല്ല് പൊട്ടിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള വളരെ സിമ്പിൾ മൊഡാലിറ്റിയാണ്. എടുത്തു കഴിഞ്ഞാൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ വേറെ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും വേണ്ട. മോസ്റ്റ് കേസസ് ഫ്രാക്ചേഴ്സിൻ്റെ കേസസിൽ CT അങ്ങനെ കാര്യമായിട്ട് എടുക്കാറില്ല. എക്സ്റേ തന്നെ ഇപ്പം നമുക്ക് വളരെ നല്ല ക്വാളിറ്റി എക്സ്റേസ് അവൈലബിൾ ആണ്. CRDR ലേറ്റസ്റ്റ് ആയിട്ടുള്ള DR ഒക്കെ വളരെ നല്ല ഇതിനകത്ത് നല്ല ക്വാളിറ്റിയിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഡയഗ്നോസിസ് അതിനകത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. അതും ഈ പറഞ്ഞ പോലെ വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്. 200 അല്ലെങ്കിൽ 300 rupeesലാണ് ഇപ്പോൾ എല്ലാ കോസ്റ്റും എക്സ്റേയുടെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ വളരെ പേഷ്യൻറ്റിന് താങ്ങാവുന്നതുമായിട്ടുള്ള ഫസ്റ്റ് മൊഡാലിറ്റി. അതുകൊണ്ടാണ് എപ്പോഴും എക്സ്റേയും അൾട്രാസൗണ്ടും ഫസ്റ്റ് മൊഡാലിറ്റി ആയിട്ട് ലൈക്ക് മോസ്റ്റ് സിറ്റുവേഷൻസിൽ നമ്മൾ ഉപയോഗിക്കാൻ നോക്കുന്നത്. എന്ന് വെച്ചാൽ പേഷ്യൻ്റ് അധികം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എക്സ്റേയിലും അൾട്രാസൗണ്ടിലും നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത പെത്തോളജി അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കാണുമ്പോഴാണ് ചിലപ്പോൾ ഫർദർ ഇവാലുവേഷൻ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ അഫോർഡബിലിറ്റീൻ്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻഷുറൻസ്. നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് നമുക്ക് റോപ്പിൻ ചെയ്യാന്നുള്ളതാണ്. നമുക്കിപ്പോൾ അറിയാം, എന്താ പറയുക, മെഡിസിപ്പ് തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറൻസ് തന്നെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പം ഓൾമോസ്റ്റ് ഒരു നല്ല പ്രൊപ്പോർഷൻ ഓഫ് പിന്നെ ഗവൺമെൻറ് വർക്കിംഗ് എംപ്ലോയീസിന് മാത്രമല്ല അവരുടെ ഫാമിലീസിനും ഫുൾ കവറേജ് ലഭിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ചെറിയ ഭാഗം സ്പെൻഡിങ് നമ്മൾ ഇൻഷുറൻസിന് അടയ്ക്കുകയാണെങ്കിൽ എല്ലാം അതിനകത്ത് കവേർഡ് ആയിട്ട് വരും. അപ്പം ഇതുപോലെ CT MRIക്ക് ഇത് കൂടുതലായിട്ടുള്ള ഇത് വരുമ്പോൾ നമ്മൾ കൂടുതൽ ഇൻഷുറൻസിലേക്ക്
കുറച്ചുകൂടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിലൊക്കെ അതിനകത്ത് കവേർഡ് ആയിട്ട് പേഷ്യന്റ് ഡയറക്റ്റ്ലി അതിന് കൊടുക്കേണ്ട ആവശ്യം വരില്ല, അവരുടെ ഡയറക്റ്റ്ലി താങ്ങേണ്ട ആവശ്യം വരാത്തതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നമുക്ക് അതിനെ കാണാം. ഇപ്പൊ നമ്മള് മറ്റു രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ അവിടെ ഹെൽത്ത് കോൺഷ്യസും ആണ്. അപ്പൊ ഡോക്ടറിനെ കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ സ്കൂളിലേക്കൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾ നടന്നു വരണം, സൈക്കിളിൽ വരണം എന്നൊക്കെ സ്കൂള് തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ പലരും വാഹനങ്ങളിൽ ടൂ വീലറിലാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളൊക്കെ സ്കൂൾ വണ്ടി ബസ്സുകളിലൊക്കെയാണ് പോകുന്നത്. പിന്നെ കൂടുതലും ഇരുന്നുള്ള ജോലികളാണ്, പഴയ പോലെ കഠിനാധ്വാനമുള്ള ജോലികളല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ ഭക്ഷണശൈലിയും മാറി, ഹോട്ടൽ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു തുടങ്ങി. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ജീവിത ശൈലി തന്നെയാണോ നമ്മുടെ പല അസുഖങ്ങൾക്കും കാരണം എന്ന് ഡോക്ടർക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും ഒരു പെർസെൻറ്റേജ് ഓഫ് പിന്നെ ഡിസീസസ് എന്തായാലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ്. ഇപ്പോഴത്തെ ഏറ്റവും എനിക്കൊന്ന് ഫാറ്റി ലിവർ, കൂടുതലും ആൾക്കാർ അൾട്രാസൗണ്ടിൽ വന്ന് ചോദിക്കുന്നത് എനിക്ക് ഫാറ്റി ലിവർ ഉണ്ടോ, എല്ലാവർക്കും ഫാറ്റി ലിവർ ഉണ്ട്, എനിക്കും ഉണ്ടോ എന്നുള്ള രീതിയിൽ. എനിക്ക് തോന്നുന്നു ഞാൻ നോക്കുന്നതിൻ്റെ ഒരു 60% പേഷ്യൻസിൽ ഒരു പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 60 to 70% പേഷ്യൻസിൽ ഫാറ്റി ലിവർ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഇപ്പം അത് രണ്ട് രീതിയിൽ പറയാം. പണ്ടുള്ള ഒരു പോർഷൻ ഓഫ് ആൾക്കാർ പറയുന്നു പണ്ടത്തെ ആൾക്കാർ അൾട്രാസൗണ്ട് ചെയ്യാത്തതുകൊണ്ട് ഇത് ഡയഗ്നോസ് ആയിട്ടില്ല, അതുകൊണ്ടാണ് അത്ര കോമൺ ആയിട്ട് കാണാത്തതെന്ന് പറയുന്നു. പക്ഷെ എന്നാലും നമ്മുടെ എനിക്ക് തോന്നുന്നു ആ ഒരു ജനറേഷന്റെയും നമ്മുടെ ജനറേഷന്റെയും ഡിസീസസ് വരുന്നത് അല്ലെ, ഇപ്പം ഹാർട്ട് അറ്റാക്ക് വരുന്ന ഏജ് ഇപ്പൊ റിസീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് വന്നിരുന്ന ഏജിനേക്കാൾ വളരെ ഏർലി ആയിട്ട് ഇപ്പോൾ ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു കുറെയൊക്കെ നമ്മുടെ എക്സസൈസ് ചെയ്യാൻ മടിയുള്ളത്. എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷമാണെന്ന് തോന്നുന്നു എല്ലാവരും കൂടുതൽ വെഹിക്കിൾസിന്റെ നമ്പർ കൂടിയത്. കാരണം പബ്ലിക് ട്രാൻസ്പോർട്ട് ആ സമയത്ത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ എല്ലാവരും പ്രൈവറ്റ് ട്രാൻസ്പോർട്ടിലേക്ക് മാറി. അപ്പൊ അത് പിന്നെ നമ്മളത് കംഫർട്ടബിൾ ആയപ്പോൾ അതിന്റെ കൂടെ അങ്ങ് ചെയ്തപ്പോൾ നമ്മളായാലും ഇപ്പൊ എല്ലാവരും ഇൻഡിവിജ്വലി വണ്ടി ഓടിക്കാൻ ആവശ്യം വരുന്നൊരു സിറ്റുവേഷനിലായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നടക്കാറില്ല. ഇപ്പൊ ഞാനീ പറഞ്ഞ പോലെ എൻ്റെ വീടിൻ്റെ അടുത്താണെങ്കിൽ 2 മിനിറ്റ് ആണെങ്കിലും ഞാനിപ്പോൾ കാറിലാണ് വന്നത്, നടന്നു വരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്താ പറയുക, നമ്മുടെ ഇത് മാറുമ്പോൾ നമ്മൾ ആ കംഫർട്ട് പഠിച്ചു കഴിയുമ്പോൾ നമ്മളതൊന്ന് മാറി ചിന്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. പക്ഷെ അൾട്ടിമേറ്റ്ലി നമുക്ക് നമ്മുടെ ഹെൽത്ത് വേണമെങ്കിൽ ആ ഒരു പിന്നെ നമ്മൾ കംഫർട്ട് സോൺ ഔട്ട് സൈഡ് സ്റ്റെപ്പ് ചെയ്യാതെ നമുക്ക് ഹെൽത്ത് കിട്ടാൻ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. നമുക്ക് ഏൺ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. വി ഹാവ് ടു ഏൺ ആ ഹെൽത്ത്. സ്കാനിങ്ങിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ഇത് ഒരു പ്രത്യേകിച്ച് ഒരു ടോപ്പിക് എടുക്കാത്തത് കൊണ്ട് തന്നെ ഇത് വലിയ ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഇപ്പം നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്, പറഞ്ഞ് കഴിയുമെന്ന് തോന്നിയില്ല. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കൂടി മാം ഉണ്ടാവണം, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അടുത്ത എപ്പിസോഡിലും നമ്മുടെ കൂടെ മാം തന്നെ ഉണ്ടാകും. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിശദമായി തന്നെ എല്ലാം പറഞ്ഞു തരും. നെറ്റ്വർക്ക് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും അടുത്ത എപ്പിസോഡ് വരെയും ബൈ.